ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡ്രസ് കോഡ് വർക്ക് ചെയ്തതാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഇത് ഒരു 3 ബേബീസിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ നമുക്ക് കസ്റ്റമർ തന്നെ കൊണ്ടു തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മെറ്റീരിയലിൽ ഫുള്ള് സീക്വൻസ് വർക്കാണ് കേട്ടോ. ഷിഫോണിൽ സീക്വൻസ് വർക്ക് വരുന്ന മെറ്റീരിയലാണ്. നമ്മൾ അനാർക്കലിയാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ അനാർക്കലിക്ക് ടോപ്പിന് യൂസ് ചെയ്യണത് ഈ ഒരു മെറ്റീരിയലാണ്. ഫുൾ വർക്ക് വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കുറച്ച് മുന്നേ ഒരു ഷ്രഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം മെറ്റീരിയലിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് പാൻറ്റ് ചെയ്യാനാണ് ഈ പ്ലെയിൻ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഒന്ന് ലൈനിങ് ഉണ്ട് ക്രൈപ്പിൻ്റെ, പിന്നെ ഒരെണ്ണം ചെറിയൊരു ബേബി ഉണ്ട് കേട്ടോ, 1 ഇയർ ആവാത്ത ആ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ്ങിന് എടുത്ത സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അത് കോട്ടണിൽ വെട്ടതാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പാൻറ്റ് നമ്മൾ ചുരി പോട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അനാർക്കലിയാണ്, 2 പേർക്കും സെയിം മോഡലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 2 ബേബീസിനാണ് വെച്ചാൽ 5 വയസ്സ് ഏകദേശം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ ആവാത്തൊരു ബേബിക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ 3 ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സിൽ ഈ ഒരു ക്ലോത്തിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഫൈനൽ ലുക്കാണ് കേട്ടോ ഇതിലും കാണിക്കണുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്ക് കട്ടിങ് ഒന്നും പെട്ടെന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാൻ ചിലപ്പോൾ ഒന്നും സമയം കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ലോക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ എല്ലാതും കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേ മെറ്റീരിയൽ നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റാണ് ലോക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് കിടക്കും. പിന്നെ ഒരുമിച്ചിരുന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കും കേട്ടോ. പിന്നെ ഹെമ്മിങ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അനാർക്കലിയാണ്, നല്ല 3/4 ലെങ്ത്തിൽ, നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള ടോപ്പാണ് കേട്ടോ അനാർക്കലിയുടെ. നല്ല ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുൾ സ്ലീവാണ്. പിന്നെ പാൻറ്റ് നമ്മൾ ചുരി ബോട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും ലെങ്ത്ത് കേട്ടോ. ഈ ലെങ്ത്ത് അവിടെ ചുരുങ്ങി കിടക്കും. പക്ഷേ പാൻറ്റ് ഇത്രയും ലെങ്ത്തിൽ നമുക്ക് ഇട്ടാലുണ്ടാവില്ല കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, നന്നായിട്ട് ചുരുങ്ങി കിടക്കാനുള്ള ലെങ്ത്തിൽ ഞാൻ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പ്ലീറ്റ്സ്, ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഈ യോക്കിൻ്റെ അവിടെ കുറച്ച് വലിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫ്ലെയർ വരുത്തിയേക്കാണ് കേട്ടോ. ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു, ആ ഫോട്ടോയിൽ സെയിം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ഇതുപോലെ നെക്കിൽ ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ത്രെഡ് കൊടുത്തേക്കാണ് കേട്ടോ. അറിയാലോ, ബാക്കിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുള്ള. അപ്പോൾ അവർക്ക് ഓപ്പൺ വേണ്ട, ഉള്ളിൽ കവർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മോഡൽ അത് തന്നെ വേണമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ചെയ്തിട്ട് ഉള്ളിലൊരു പീസ് വെച്ച് കൊടുത്തു പാൻറ്റിൻ്റെ. എന്നിട്ട് ആ പീസിലാണ് കേട്ടോ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പീസിൽ സിബ് തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വള്ളി ലൂസാക്കിയിട്ട് തലയിൽ കൂടെ ഇറക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഫുൾ സ്ലീവൊക്കെ ആയതുകൊണ്ട് ഇടാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ബാക്കിലൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സിബ് കൊടുത്തിട്ടുണ്ട് ആ ഒരു പീസിൽ കേട്ടോ. അപ്പോൾ ചെറിയ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഒരു അംബ്രല്ല ഫ്രോക്ക് അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ സ്ലീവോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഫുള്ള് ഈ ഒരു മെറ്റീരിയലിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ 3 പേരുടെയും ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അനാർക്കലി ഉണ്ടല്ലോ, അനാർക്കലി 2ഉം സെയിം മെഷർമെൻറ്റാണ്, ലെങ്ത്ത് സ്ലീവ് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ചെസ്റ്റിലും വേസ്റ്റിലും മാത്രമേ ഇത്തിരി വ്യത്യാസം വന്നിട്ടുള്ളൂ കേട്ടോ. 2 പേരുടെയും കൂടിയിട്ട് ഇത്തിരി വ്യത്യാസമുള്ളൂ, 1.5 ഇഞ്ചിൻ്റെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ നമ്മളിതാ 1 ഇയർ ബേബിയുടെ ഡ്രസ്സാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 18 17 വന്നിട്ടുള്ളൂ. പിന്നെ ഞാനിതിൻ്റെ അടിയിൽ ഇങ്ങനെ ത്രെഡ് ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളത്. അത് ഞാനൊരു കഴിഞ്ഞൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ചിങ്ങും അയൺ ചെയ്യലും ലോക്കെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രാത്രിയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തെടുക്കണത്. ഈ ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിൽ തന്നിട്ട് 1 മാസം ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മാസമൊക്കെ ആയിന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് അതിലടക്കമൊക്കെ ഓരോ വർക്കുകൾ വരുമ്പോൾ നമ്മൾ ഇതവിടെ വെക്കൂട്ടോ, ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഇനിയിപ്പോൾ അവരുടെ കല്യാണം ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ വേഗം ചെയ്ത് കൊടുത്തു. എനിക്ക് വേറെ ഡ്രസ്സ് വർക്കുകൾ ഡ്രസ് കോഡുകൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഹാൻഡ് വർക്ക് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് വരുമ്പോഴേക്ക് തുടങ്ങുമ്പോഴേക്ക് നമ്മൾ വേഗം ഇതും ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ ഡിസംബറിൽ കുറച്ച് കല്യാണങ്ങളുണ്ട് തോന്നണം. അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിൻ്റെ ടീംസിൻ്റെ തന്നെയാണ് വന്നിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്തത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇടാൻ ലേറ്റ് ആവണതും പിന്നെ ഇതുപോലെ സ്റ്റിച്ചിങ് ഒന്നും എടുക്കാൻ പറ്റാത്തതും അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.